എന്നിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ നമ്മുടെ ഓട്സ് ചിയാ സീഡ് മറ്റേ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ട് ഇതിൽ പാൽ ഒഴിച്ച് പല പല കണ്ടെയ്നേഴ്സ് ആക്കി നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കത്തില്ലേ. അതെ, മിക്ക വീഡിയോസിലും ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ബൗൾ കാണുമ്പോഴത്തേക്കും വാങ്ങിക്കണമെന്ന് ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച് വെച്ചിരുന്നതാണേ. എല്ലാവരും നോക്കാം. സാധാ ആ ഒരു പാത്രത്തിലാണല്ലോ ചെയ്യുന്നത് എപ്പോഴും. വന്നിട്ട് ഒത്തിരി ദിവസമായി, നോമ്പായതുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാ, 200 സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കേ നമുക്ക് എന്താ പറയുക, അടച്ച് ഇതിനകത്ത് തന്നെ വേറെ പാത്രമോ മൂടിയോ ഒന്നും വേണ്ട. നമുക്ക് ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ഇതിനകത്ത് തന്നെ അടച്ച് വെക്കാൻ പറ്റുമല്ലോ. ആ സ്പൂൺ ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. പൊട്ടുന്ന പാത്രം പല വീഡിയോസിലും കാണുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യമായിട്ട് ഇത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ലായിരുന്നു. ഇത് മറ്റേ അളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നോക്കി, ഇതൊക്കെ എന്തുവാണ് തമ്പുരാനെ, ഇതെന്തിനുള്ളതായിരിക്കും? ഇത് വാഷറാന്ന് തോന്നുന്നല്ലേ. ആയിരിക്കും അല്ലേ. ഇത് മോളിക്കോട് ഇടുന്നതല്ലേ. ഇത് കണ്ട ഇങ്ങനെ വെച്ചിട്ട് ഈ സ്പൂൺ ഇതിൽ ഇറക്കി വെക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ നമ്മുടെ ഓട്സ് ചിയാ സീഡ് മറ്റേ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ട് ഇതിൽ പാൽ ഒഴിച്ച് പല പല കണ്ടെയ്നേഴ്സ് ആക്കി നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കത്തില്ലേ. ആ ഒരു സംഭവമാണ് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു കറക്റ്റ് ക്വാണ്ടിറ്റി അറിയാനും പറ്റും. കണ്ട അടുത്തിന്. അപ്പോൾ ലിങ്ക് വേണ്ട ഒരു കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ 200 സംതിങ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു ഇതിൻ്റെ ഈ ഒരു 2 പാത്രത്തിന് വന്ന റേറ്റ് എന്ന് പറയുന്നത്. വില ഇതിനകത്ത് കിടപ്പുണ്ടോ? 200 സംതിങ്, 200 അല്ലെ 300 അത്രയും എങ്ങാണ്ടേ ഉള്ളൂ. 2 ജാറ് വരുന്നുണ്ട്. 2 എണ്ണത്തിൻ്റെ ആ ഒരു കോംബോ പാക്കായിരുന്നു ഓർഡർ ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം, പൊളി. അപ്പോൾ ടാറ്റാ.